ക്ലാസ്സിൽ എക്സസൈസ് 10.2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പഠിക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ യൂഷ്വൽ ഫോം. തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അതിന് നമുക്ക് സാധാരണ യൂഷ്വൽ ഫോമിലേക്ക് മാറ്റണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3.02 ഇൻറ്റു 10⁻⁻6. ഇവിടെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ഉണ്ട്. അതിനെ നമുക്ക് ആദ്യം പോസിറ്റീവിലോട്ട് മാറ്റാം. നെഗറ്റീവ് എക്സ്പോണൻ്റ് പോസിറ്റീവിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റെസിപ്രോക്കൽ ഉണ്ടാൽ മതി. എ റേസ് ടു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ a1/a⁻m. അപ്പോൾ അതുപോലെ നമുക്കിവിടെ ചെയ്യാം. 3.02 റെസിപ്രോക്കൽ വരുമ്പോൾ എന്ത് വരും? 10⁻⁻6 എന്നുള്ളത് ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പോൾ 10⁻6 എന്ന് വന്നു. ഇനി ഇതിൻ്റെ മീനിങ് എന്താ? 3.02 ഡിവൈഡഡ് എത്ര സീറോസ്? 10⁻6 എന്ന് പറയുമ്പോൾ 6 സീറോസ് വരും. 1 2 3 4 5 6. ഇനി ഇതെങ്ങനെ ചെയ്യും? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഡിവൈഡഡ് ബൈ ഇതുപോലെ സീറോസ് വരുന്നതാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ട് വേണം. ഡിവിഷൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ട് നമുക്ക് എത്രയാണോ സീറോസ് അത്രയും നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് മാറി ഡെസിമൽ ഇടണം. അപ്പോൾ ഇവിടെ ഉള്ളത് 3.02. അപ്പോൾ ആദ്യം പോയിന്റ് ഇല്ലാതെ നമുക്ക് എഴുതാം. 302 എന്ന് എഴുതി. ഇനി എവിടെയാണ് ഡെസിമൽ ഓൾറെഡി ഉണ്ടായിരുന്നത്? 3 പോയിന്റ് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ട് വേണം ന്യൂ ഡെസിമൽ ഇടാനായിട്ട്. അപ്പോൾ ഈ 3ക്ക് ശേഷം ഇവിടെ വരും അടുത്തത് അല്ല. ഒരു സ്ഥാനം പറയുമ്പോൾ 3യുടെ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ അവിടെ വരെ ഒരു പ്ലേസ് ആയി. അപ്പോൾ 1, ഇനി 2 3 4 5 6. അപ്പോൾ അതിന് ഫ്രണ്ടിൽ വേണം ഡെസിമൽ ഇടാനായിട്ട്. ന്യൂ ഡെസിമൽ ഇവിടെ വന്നു സീറോസ്. ഈ സീറോസിൻ്റെ അതായത് ഒന്നും കൂടി പറയാം. നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് 3.02 എന്നായിരുന്നു. നമുക്ക് തന്നിരുന്നത് ഡിവൈഡ് ബൈ 10⁻6. അപ്പോൾ 6 പ്ലേസ് ലെഫ്റ്റ് സൈഡിലോട്ട് മാറി വേണം നമുക്ക് ഡെസിമൽ ഇടാനായിട്ട്, ന്യൂ ഡെസിമൽ. അപ്പോൾ ഇവിടെ 3 പോയിന്റ് ഇവിടെ വരുമ്പോൾ അവിടെ നിന്ന് ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ ഈ 3യുടെ ഫ്രണ്ടിൽ വരും. അപ്പോൾ ഒരു ഡെസിമലായി അല്ലേ? ഇനി 2 3 4 5 6. അപ്പോൾ അത്രയും പ്ലേസ് കഴിഞ്ഞു. 6 പ്ലേസ് മാറി ലെഫ്റ്റ് സൈഡിലോട്ടായി. അതിൻ്റെ ഫ്രണ്ടിൽ വേണം ഡെസിമൽ ഇടാൻ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി. ഇനി അതിൻ്റെ ഫ്രണ്ടിൽ എന്തിടണം? 0 ഇട്ടില്ലെങ്കിലും നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ ആ ഡെസിമൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇടാമെന്നുള്ളൂ. അപ്പോൾ 0.000003.306 എന്ന് ആൻസർ വരും. ഇതാണ് നമ്മുടെ യൂഷ്വൽ ഫോമിലേക്ക് മാറ്റുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 4.5 ഇൻറ്റു 10⁻4. ഇതൊരു പോസിറ്റീവ് എക്സ്പോണൻ്റ് ആണ്. 10⁻4. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4.5 ഇൻറ്റു 1 2 3 4 സീറോസ് ഇടാം. 10,000 എഴുതി അല്ലേ? പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത്. നേരത്തെ നെഗറ്റീവ് ആയിരുന്നപ്പോഴാണ് നമ്മൾ റെസിപ്രോക്കൽ ഉണ്ട് അത് താഴെ ഡിനോമിനേറ്ററിൽ മാറിയത്. ഇവിടെ ഇങ്ങനെ എഴുതി. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 4.5ൻ്റെ ഒപ്പം 10,000 മൾട്ടിപ്ലൈ ചെയ്യുന്ന വരെ നമുക്ക് ആ 4, ഇപ്പോൾ ഈ 10,000 എന്ന് പറയുമ്പോൾ എത്ര സീറോ ഉണ്ട്? ഇവിടെ 4 സീറോസ് ഉണ്ട്. അപ്പോൾ 4 പ്ലേസ് റൈറ്റ് സൈഡിലോട്ട് മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. ഇപ്പോഴുള്ള ഡെസിമൽ എവിടെയാണോ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കൗണ്ട് ചെയ്ത് 4 പ്ലേസ് മാറി നമുക്ക് ഡെസിമൽ ഇടണം. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പത്തിനൊരു കാര്യമുണ്ട്. ആദ്യം നമ്പർ എടുത്ത് എഴുതി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 4 സീറോ ഉണ്ട്. ആ 4 സീറോ എടുത്തെഴുതി. അത് നമ്പർ എടുത്തെഴുതി. അതിനുശേഷം മൾട്ടിപ്ലൈ ഉള്ള അതിൽ എത്ര സീറോ ഉണ്ടോ ആ സീറോ എടുത്ത് എഴുതി. ഇനി നമുക്ക് ആ സീറോ എത്ര ഉണ്ടെന്ന് പറഞ്ഞത്? 4 എണ്ണം അല്ലേ? 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 4 പ്ലേസ് മാറി റൈറ്റ് സൈഡിലോട്ട് നമുക്ക് ഒരു ഡെസിമൽ ഇടാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നത് 4 പോയിന്റ് ഇവിടെ ആയിരുന്നു ഡെസിമൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറി റൈറ്റ് സൈഡിലേക്ക് 4 പോയിന്റ്. ഇത് ഇവിടെ 1 2 3 4 ഇവിടെ വരും. ഇവിടെ ഇട്ട് ഡെസിമൽ വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 45000.0 എന്ന് വന്നു. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് 0 ആണെന്നുണ്ടെങ്കിൽ അതിന് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? അതങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് വരാം. 45000 45,000 എന്ന് കിട്ടി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇതിൻ്റെ ചെറിയ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര സീറോസ് ഉണ്ടോ അത്രയും സീറോസ് റൈറ്റ് സൈഡിലേക്ക് മാറി. തേർഡ് ക്വസ്റ്റ്യൻ 3 ഇൻറ്റു 10⁻⁸8. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ ഉണ്ട്.
നെഗറ്റീവ് എക്സ്പോണൻറ്റിനെ പോസിറ്റീവ് ആക്കി മാറ്റാം. അപ്പോൾ എങ്ങനെ വരും? 3/10⁸ എന്ന് വരും. റെസിപ്രോക്കലാകുമ്പോൾ അത് ഡിനോമിനേറ്റർ ആയിട്ട് വന്നു, 10⁸ ആയി. അപ്പോൾ 3/10⁸. അപ്പോൾ നമുക്ക് ഡിവിഷൻ ആണെങ്കിൽ എന്താ പറഞ്ഞിരുന്നത്? 8 പ്ലേസ്. ഇവിടെ 10⁸ എന്ന് പറയുമ്പോൾ 8 പ്ലേസ് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് ന്യൂ ഡെസിമൽ ഇടാനായിട്ട്. അപ്പോൾ ആദ്യം 3 എഴുതി. ഫസ്റ്റ് ഡെസിമൽ ഇവിടെ വരും 3യുടെ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്ത് പോകാം. 1 2 3 4 5 6 7 8. ഇനി ഡെസിമൽ ഇട്ടു. ഇനി അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് എഴുതാം? ഒരു 0, കാരണം ആ ഡെസിമൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 0 എന്നെടുത്ത് ഇട്ട്. ഇട്ടില്ലെങ്കിലും മാർക്ക് കുറയ്ക്കില്ല, പക്ഷേ ഇവിടെ ഡെസിമൽ ഉണ്ടായിരിക്കണം. ആ ഡെസിമൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഫ്രണ്ടിൽ ഒന്നും കൂടി 0 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എത്ര സ്ഥാനം മാറ്റി ഡെസിമൽ ഇട്ടു? 8 പ്ലേസ്. നമുക്ക് ഉണ്ടായിരുന്ന സംഖ്യയുടെ 8 പ്ലേസ് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഡെസിമൽ ഇട്ടു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. 0. എത്ര 0 വന്നു? 1 2 3 4 5 6 7 7 zeros ഇട്ടു. അതിനുശേഷം 3 വന്നു. ഇതാണ് എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? ഡിവിഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലോട്ട് അത്രയും സ്ഥാനം മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. 4th question 1.0001 into 10⁻⁹. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ പോസിറ്റീവ് എക്സ്പോണൻ്റ് ആണ്. സോ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1.001നെ ഇൻറ്റു 10⁻⁹ എന്ന് പറയുമ്പോൾ 9 പ്ലേസ് റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഡെസിമൽ ഇടണം. ഇൻറ്റു ആയതുകൊണ്ട് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് 9 പ്ലേസ് മാറ്റി നമുക്ക് സീറോസ് ഇടണം. സീറോസ് അല്ല, ഡെസിമൽ ഇടണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് അതിന് എളുപ്പം എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന നമ്പർ എടുത്തെഴുതുക. അതിനുശേഷം 10⁻9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10⁻9 എന്ന് പറയുമ്പോൾ 9 zeros ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 zeros കിട്ടും. ഇനി നമുക്ക് എവിടെയാണ് ഡെസിമൽ ഉള്ളത്? ഈ 1 പോയിന്റ് ഇവിടെയായിരുന്നു ഡെസിമൽ ഉള്ളത് അല്ലേ. ഇനി അവിടെ നിന്ന് ആ ഡെസിമലിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് 9 പ്ലേസ് മാറ്റി നമുക്ക് ഡെസിമൽ ഇടാം. എവിടെയാണോ ഡെസിമൽ ഉണ്ടായത് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 9 ഡെസിമൽ കൗണ്ട് ചെയ്യാം. അപ്പോൾ 1 2 3 4 5 6 7 8 9. ഇവിടെ ഒരു ഡെസിമൽ അല്ലേ, ന്യൂ ഡെസിമൽ ഇവിടെ വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. 1 0 0 0 1. ഇവിടെ എത്ര 0 വന്നു? 1 2 3 4 5. അപ്പോൾ 1 2 3 4 5. ഇനി ഈ ഡെസിമൽ വന്ന പുതിയ ഡെസിമൽ ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ ഡെസിമലിന് ശേഷം ഉള്ള 0 മാത്രമേ ഉള്ളൂ അല്ലേ. ഡെസിമലിന് ശേഷം 0 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. 0 കഴിഞ്ഞിട്ട് നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതണമായിരുന്നു. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 0 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഈസ് 1 0 0 0 1 0 0 0 0 0. 5 zeros വരും. 5th question 5.8 into 10⁻12. പോസിറ്റീവ് എക്സ്പോണൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5.8 ഇൻറ്റു 10⁻12 എന്ന് പറയുമ്പോൾ എത്ര എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 5.8 അതായത് 58 നമ്പർ എടുത്ത് എഴുതി. ഇനി 10⁻12 എന്ന് പറയുമ്പോൾ 12 zeros എടുത്ത് എഴുതണം. 3 4 5 6 7 8 9 10 11 12 zeros എടുത്ത് എഴുതി. ഇനി വേണ്ടത് 5.8 എന്ന് പറയുമ്പോൾ 5ന് ശേഷമാണ് ഡെസിമൽ ഉള്ളത്. അപ്പോൾ അതായത് ഇവിടെ അല്ലേ 5ന് ശേഷമാണ്. ഇനി നമുക്ക് 12 എന്ന് പറയുമ്പോൾ 12 പ്ലേസ് റൈറ്റ് സൈഡിലിട്ട് മാറ്റി വേണം ഡെസിമൽ ഇടാനായിട്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12. എവിടെ ഡെസിമൽ വരും? ഡേറ്റ് വരും പുതിയത് അല്ലേ. അപ്പം നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. 5 8 1 2 3 4 5 6 7 8 9 10 11. 11 0 ഉണ്ട്. 58 കഴിഞ്ഞിട്ട് 11 0 ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11.
ഇനി ഡെസിമലിന് ശേഷം 0 ആയതുകൊണ്ട് നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഇത് കിട്ടി. 6th question 3.6149 into 10 raised to 6. പോസിറ്റീവ് എക്സ്പോണൻ്റ് ആണ്, മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം സംഖ്യ എടുത്ത് എഴുതാം. 3, 6, 1, 4, 9, 2 എന്ന് എഴുതി. ഇനി 10 raised to 6 ആയതുകൊണ്ട് 6 പ്ലേസ് റൈറ്റ് സൈഡിലോട്ട് മാറ്റുന്നത് വേണം നമുക്ക് ഡെസിമൽ ഇടാൻ. അപ്പോൾ ആദ്യം അതിന് മുമ്പ് എന്ത് ചെയ്യണം, എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 10 raised to 6 ആയതുകൊണ്ട് 6 zeros എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ എടുത്ത് എഴുതി. ഇനി 10 raised to 6 ആയതുകൊണ്ട് 6 zeros എടുത്ത് എഴുതി റൈറ്റ് സൈഡിലോട്ട്. ഇനി 6 പ്ലേസ് മാറ്റി നമുക്ക് ഡെസിമൽ ഇടണം. അപ്പോൾ ഇവിടെ 3.61 എന്നായിരുന്നു. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് 6 പ്ലേസ് എന്ന് പറയുമ്പോൾ 6ന് ശേഷം 1 വരും. അപ്പോൾ 1, 2, 3, 4, 5, 6. അപ്പോൾ എത്ര വരും, ഇവിടെ വരും ഡെസിമൽ അല്ലേ. 6 വരുമ്പോൾ ഇവിടെ. മനസ്സിലായോ? അപ്പോൾ 3 കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ ഇരുന്ന ഡെസിമൽ. നമുക്ക് 10 raised to 6 ആണ്. അപ്പോൾ ആ തന്നിരിക്കുന്ന ഡെസിമലിൽ നിന്നും 6 പ്ലേസ് മാറ്റി വേണം റൈറ്റ് സൈഡിലോട്ട്. മൾട്ടിപ്ലിക്കേഷനാകുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഡെസിമൽ ഇടാനായിട്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6. ഇനി നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനവിടെ ഇങ്ങനെ തൊട്ട് കാണിച്ചു തന്നത്. ആ ഡെസിമൽ പോലെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അങ്ങനൊരു മാർക്കും പാടില്ല. ഇനി ആൻസർ എടുത്ത് എഴുതാം. 3, 6, 1, 4, 9, 2, 0. ഇപ്പോൾ ഈ പുതിയതായിട്ടിട്ട് നമ്മൾ ഡെസിമലിന് ശേഷം എല്ലാം 0 അതുകൊണ്ട് നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഇത് കിട്ടി. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കാരണം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡിവിഷനായിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷനായിട്ട് റൈറ്റ് സൈഡിലോട്ട്. ഡിവിഷൻ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ഡെസിമൽ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.